ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ സ്വഹാബത്തിനോട് ചോദിക്കാം, നിങ്ങളിൽ ഒരാളുടെ വീടിന്റെ അരികിലൂടെ ഒരു നദി ഇങ്ങനെ ഒഴുകുന്നു. ആ നദിയിൽ നിന്ന് ഒരു മനുഷ്യൻ എല്ലാ ദിവസവും 5 തവണ കുളിച്ചു കഴിഞ്ഞാൽ അവന്റെ ശരീരത്തിൽ വല്ല ചെളികളും അവശേഷിക്കോ സ്വഹാബ മറുപടി പറഞ്ഞു, ലാ യബ്കാ മിൻ ദർനി ശൈഉൻ യാ റസൂലല്ലാഹ്, നബിയെ ഒന്നും അവശേഷിക്കൂലല്ലോ, ഒരു ചെളിയും ഉണ്ടാവില്ല. അല്ലാഹുവിന്റെ റസൂൽ ചെളി പിടിപ്പിക്കാൻ വേണ്ടിയിട്ടില്ല, ശേഷം പറയാണ് 5 വക്ത് നിസ്കാരം അങ്ങനെയാ. 5 തവണ ഒരു ദിവസം ഒരു മുഅ്മിനായ മനുഷ്യൻ അത് നിസ്കരിക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഫർള് നിസ്കാരം കാരണമായിട്ട് തന്നെ അവന്റെ പാപങ്ങളൊക്കെ മായ്ച്ചു കളയും. മഗ്ഫിറത്തിന്റെ ബത്തിൽ പടച്ച റബ്ബിനോട് മഗ്ഫിറത്ത് ചോദിക്കുമ്പോൾ മഗ്ഫിറത്തിന്റെ കർമ്മത്തിലെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നമ്മൾ നമസ്കരിക്കുന്ന നിസ്കാരം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പാപങ്ങൾ കഴുകിക്കളയും. എത്ര കാരുണ്യവാനാണ് നമ്മുടെ റബ്ബ്. അവനനുസരിക്കാൻ വേണ്ടി, അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടി, അവനിക്കൊരു കീഴ്പ്പെടൽ നടത്താൻ വേണ്ടിയിട്ട് പടച്ച റബ്ബ് നൽകിയിട്ടുള്ള ഇബാദത്തിൽ പോലും നമ്മൾ ഇടയിലൊക്കെ ചെയ്തു കൂട്ടിയ പാപങ്ങൾ പൊറുക്കാൻ ആ നിസ്കാരം തന്നെ മദീന. ബഹുമാനപ്പെട്ട അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങൾ റസൂലൊക്കെ സ്വഹാബത്തൊക്കെ പള്ളിയിൽ നിസ്കാരത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുമ്പോ ഒരു മനുഷ്യൻ വന്നിട്ട് നബിയോട് പറയുന്നുണ്ട്, ഇന്നി അസബ്തു ഹദ്ദൻ ഫാകിം അലയ്യ യാ റസൂലല്ലാഹ്, നബിയെ ഹദ്ദ് ചെയ്യേണ്ട ചില പണികൾ ഞാൻ ചെയ്തു പോയി. നമുക്കറിയാം ഇസ്ലാമിന്റെ ശരീഅത്ത് അനുസരിച്ച് വ്യഭിചാരം പോലത്തെ തെറ്റുകൾ ചെയ്യുമ്പോൾ അവർക്ക് നൽകുന്ന ശിക്ഷാ നടപടികളാണ് ഹദ്ദ് എന്നുള്ളത്. ആ ഹദ്ദ് ലഭിക്കേണ്ട ചില പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്തു നബിയെ. സ്വഹാബ അങ്ങനെ കുറ്റബോധം കൊണ്ട് റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയാം, റസൂലുള്ളാഹി മൈൻഡ് ആക്കിയില്ല. വീണ്ടും ഇദ്ദേഹം ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ ആ ഭാഗത്തേക്കേ തിരിഞ്ഞില്ല. കാരണം റസൂലുള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം കാരുണ്യവാനാണ്. എങ്ങനെങ്കിലും അതിൽ നിന്ന് ഒഴിവാക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ശ്രമിക്കുക. അങ്ങനെ ഇഖാമത്ത് കൊടുത്തു, എല്ലാവരും നിസ്കരിച്ചു. ഈ സ്വഹാബി നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ റസൂലുള്ളാഹിന്റെ ബാക്കിൽ ഇങ്ങനെ നടക്കുന്ന ഈ മനുഷ്യൻ, നബിയെ ഞാൻ ഇങ്ങനെ തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, എന്റെ മേലെ ഹദ്ദൊന്ന് നടപ്പിലാക്കി തരണം. ഉമാമ തങ്ങൾ പറയാണ്, റസൂൽ ഒന്നും മറുപടി പറയാതെ കണ്ടപ്പോൾ എന്താ പറയാന്ന് അറിയാൻ വേണ്ടി ഞാനും ബാക്കിൽ ഇങ്ങനെ കൂടി. അവസാനം ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ സ്വഹാബിയെ വിളിച്ചിട്ട് മുഖത്തേക്ക് നോക്കിയിട്ട് പറഞ്ഞു, വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് നിസ്കാരത്തിന് പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ പള്ളിയിലേക്ക് വന്നില്ലേ? ഞങ്ങളെപ്പോലെ പള്ളിയിൽ സ്വഫായി ഇരുന്നിട്ട് നിസ്കാരത്തിന് നിങ്ങൾ കാത്തിരുന്ന് ഞങ്ങളോടുകൂടെ നിങ്ങൾ നിസ്കാരം നിർവഹിക്കുകയും ചെയ്തില്ലേ? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇന്നല്ലാഹ ഖദ് ഗഫറ ലക ദംബക, എന്നാൽ ആ ഹദ്ദ് നടപ്പിലാക്കണമെന്ന് നീ പറഞ്ഞു കൊണ്ടുവന്ന പാപങ്ങൾ തീർച്ചയായിട്ടും ആ പാപങ്ങൾ പടച്ച റബ്ബ് എനിക്ക് പുറത്തു തന്നിട്ടുണ്ട്. ഇതാണ് ദീൻ എന്നുള്ളത്. നിർവഹിക്കുന്ന നിസ്കാരം കൊണ്ട് തന്നെ നമ്മുടെ പാപങ്ങളൊക്കെ പോകും. അങ്ങനെ നിസ്കരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അവരുടെ ഉദ്ദേശശുദ്ധി കൂടിയാണ്. കൃത്യമായി നിസ്കാരം മാത്രം ലക്ഷ്യം വെച്ച് പള്ളിയിലേക്ക് വന്ന് മറ്റൊരു ലക്ഷ്യമേ അവർക്കില്ല. ആ വുളൂഓടുകൂടെ വന്ന് പള്ളിയിൽ സ്വഫായിരുന്ന് ഇഖാമത്ത് കൊടുക്കുമ്പോൾ കാര്യത്തിലേക്ക് പ്രവേശിച്ച് കൃത്യമായി പൂർത്തീകരിക്കുമ്പോൾ തന്നെ ഇസ്തിഗ്ഫാർ ഇല്ലാതെ തന്നെ നമ്മുടെ ചെറുപാപങ്ങളൊക്കെ പുറപ്പിക്കാൻ ഈ ഇബാദത്തുകൾക്ക് സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനത്തെ നിസ്കാരങ്ങളാക്കി നമ്മുടെ നിസ്കാരങ്ങളൊക്കെ മാറ്റി തരുമാറാവട്ടെ.